ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളിനി സൈക്കോളജിക്കൽ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പം ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ് ഇവാൻ പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്ങിനെ പറ്റിയാണ് പറയപ്പെടുന്നത്. കണ്ടീഷനിങ് എന്ന് വെച്ചാൽ പരുവപ്പെടുത്തൽ. അപ്പോൾ കണ്ടീഷനിങ് എന്താണ്? അപ്പോൾ ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡോഗ്സിനെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കഥയാണ്. അതായത് അദ്ദേഹം ഒരു സൗണ്ട് റിങ് ചെയ്തിട്ട് അതിന് ഫുഡ് കൊടുക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അതിന് സലവേറ്റ് വരും. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഫുഡ് കൊണ്ടുവരുന്ന ആളുടെ ഫുഡ് സ്റ്റെപ്പ് കേട്ടാൽ തന്നെ അതിൻ്റെ വായിൽ നിന്ന് വെള്ളം തരാൻ തുടങ്ങും. അപ്പോൾ അതാണ് ബിഹേവിയറിസം എന്നുള്ള സൈക്കോളജിക്കൽ തിയറിയുടെ പ്രൂഫ്, അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻ്റാണ്. ഇതാണ് ഇവാൻ പാവ്ലോവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇവാൻ പാവ്ലോവ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടുപിടിച്ച ഈ ഒരു പർട്ടിക്കുലർ തിയറി, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഇഷ്ടമുള്ള രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ തിയറി, ബിഹേവിയറിസം എന്നുള്ളതിൻ്റെ ബേസ് തിയറി ഉണ്ടാക്കിയത് ഇവാൻ പാവ്ലോവ് അദ്ദേഹത്തിൻ്റെ പട്ടികളെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് എല്ലാ സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ സൈക്കോളജിസ്റ്റുകളും അവരുടെ ബേസായിട്ട് ഉപയോഗിക്കുന്ന ബേസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഹ്യൂമൻ സൈക്കോളജിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ കൊച്ചുങ്ങളെ കുട്ടിക്കാലത്തിലേ തന്നെ എടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള രീതി പരുവപ്പെടുത്തി എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളെ നമുക്ക് പേരൻസ് ഇപ്പോൾ നല്ലതായിട്ട് ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അവരെ പരുവപ്പെടുത്തിയെടുക്കാം. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ വെറുക്കണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പരുവപ്പെടുത്തിയെടുക്കാം. ഈവൻ നമ്മൾ ബ്രഷിങ് പോലും ഇന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രഷ് ചെയ്യണമെന്ന് തോന്നൽ, അതുവരെ നമ്മൾ കുഞ്ഞുനാളിലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഒരു ഇവാൻ പാവ്ലോവിൻ്റെ ബേസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, നെഗറ്റീവ് രീതിയിൽ ഉപയോഗിക്കാം. കണ്ടീഷനിങ് എന്നാണ് ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ കണ്ടീഷനിങ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? കണ്ടീഷനിങ് നമ്മളൊരു ഇപ്പോൾ ലെറ്റ്സ് നമ്മുടെ കയ്യിലൊരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചു. ആ കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ നല്ലൊരു സിറ്റിസൺ ആവാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു മോശം കാര്യം രീതി, പണ്ടത്തെ കാലത്ത് നമ്മൾ കാസ്റ്റിസം എന്ന് നമ്മൾ കുറേ ഇപ്പോൾ ഹിന്ദുസത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നില്ലേ, അതേപോലെ അതെന്താ അങ്ങനെ വരുന്നത്? കാരണം പേരൻസ് അങ്ങനെ കുഞ്ഞുനാളിലെ കൊച്ചുങ്ങളെ ട്രീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ജനറേഷൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കാര്യം അതവിടെ കഴിയും. അപ്പോൾ അതിനെയാണ് പരുവപ്പെടുത്തി എടുക്കൽ എന്ന് പറയുന്നത്. അതപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോകത്തില്ല. അപ്പം ഈ ഒരു പരുവപ്പെടുത്തി എടുക്കലിനെയാണ്, ഈ പരുവപ്പെടുത്തി എടുക്കൽ റോങ് ആയിട്ടുള്ള രീതി ഉപയോഗിക്കുന്നവരുണ്ട്. ചിലപ്പം ലെറ്റ്സ് ഇതിന് സ്നേഹത്തിന് പകരം ഒരു പർട്ടിക്കുലർ ആൾക്കാരെ അല്ലെങ്കിൽ ഒരാളിനെ ഹെയ്റ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ഭയങ്കര എന്തിനാന്ന് പോലും അറിഞ്ഞാത്ത രീതിയിൽ ഹെയ്റ്റ് വരും. കാരണം എന്താ, കുഞ്ഞുനാളെ അതാ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സ്വിച്ച് ഇടുമ്പോൾ കറണ്ട് വരുന്ന പോലത്തെ സെയിം സെറ്റപ്പാണ്. കാരണം ഇമോഷണൽ ബ്രെയിൻ ലോജിക്കൽ ബ്രെയിനുമായിട്ട്, ഇമോഷണൽ ബ്രെയിനാണ് ആദ്യം ഡെവലപ്പായി, ലോജിക്കൽ ബ്രെയിൻ പിന്നെ ഡെവലപ്പായി. അപ്പോൾ കൂടുതൽ കൺട്രോൾ ഉള്ളത് ഇമോഷണൽ ബ്രെയിനാണ്. അപ്പം ഈ പരുവപ്പെടുത്തി എടുക്കൽ വെച്ചിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഡേ ടു ഡേ ഇൻസിഡൻസിൽ വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളെ ആരെങ്കിലും കുഞ്ഞുനാളിലെ പരുവപ്പെടുത്തി എടുത്തതിൻ്റെ ബേസിസിലാണോ നിങ്ങൾ ഒരാളെ വെറുക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഒരു ഇൻക്ലിനേഷൻ ഉണ്ടോ, അതെന്തുകൊണ്ടാണ് ഉണ്ടായത്, അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ തിയറിയുടെ ബേസിസിൽ, ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ആദ്യത്തെ ടോപ്പിക്. അപ്പം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും പരുവപ്പെടുത്തിയെടുക്കൽ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ്, നിങ്ങളാരെങ്കിലും ഇത് ഭയങ്കര പട്ടിയെ പോലെ ട്രെയിൻ ചെയ്തതാണോ എന്ന് നമ്മൾ ചോദിക്കാൻ പറ്റും. കാരണം എന്നെ ഇപ്പോൾ പട്ടിയെ പോലെ ട്രെയിൻ ചെയ്താൽ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും പട്ടിയെ പോലെ ട്രെയിൻ ചെയ്തതാണോ ഇപ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ രീതിയിൽ റിയാക്ട് ചെയ്യാനായിട്ട്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അടുത്ത മെയിൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈഗോയാണ്. ഈഗോ ആണ് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്, സത്യം പറഞ്ഞു. അപ്പോൾ നല്ല ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര എന്തിനാന്ന് പോലും അറിഞ്ഞുകൂടാത്ത രീതിയിലായിരിക്കും അവരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും. പിന്നെ ഇച്ചിരി ലോ ഈഗോ ആണെങ്കിലോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സാധനമേ കാണത്തില്ല. അപ്പോൾ നമ്മളെന്ത് വേണം, എപ്പോഴും അവർക്ക് അഷ്വറൻസ് വേണ്ടി വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ സൂപ്പറാ, നിങ്ങൾക്ക് ഇടുക, നിങ്ങളാണ് മെയിൻ. എപ്പോഴും നമ്മൾക്ക് ചിലർ കാണുമല്ലോ, എടാ എന്തോ വല്ലപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളൊരാൾക്ക് അഷ്വറൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരിക, നീ ആ സൂപ്പർ, നീ ആ മെയിൻ. ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ പിണറായി വിജയനാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ പിണറായി ലെറ്റ്സ് സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളാണെന്ന് വിചാരിച്ചു. അപ്പോൾ LDF എല്ലാ ദിവസവും ഒരു മൂന്ന് നേരം വെച്ചിട്ട് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, പിണറായി കേട്ടോ നമ്മുടെ ചീഫ് മിനിസ്റ്റർ, ആർക്കും അതിനകത്ത് ഡൗട്ടൊന്നും വേണ്ട കേട്ടോ, പിണറായി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ LDFകാർക്ക് വയ്യായോ എന്ന്. അപ്പം ആ ഒരു കാര്യം നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് നമ്മൾ എവിടെയാണോ സെൽഫ് എസ്റ്റീം കുറവാണോ അല്ലെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം കൂടുതലാണോ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബിഹേവിയർ പാറ്റേൺ മാറ്റിയെടുക്കണം. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. നല്ല രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഇത്. ഇപ്പോൾ ഒരാൾക്ക് സെൽഫ് എസ്റ്റീം കൂടുതലാണോ സെൽഫ് എസ്റ്റീം കുറവാണോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിവ് നേടാനുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അക്സെപ്റ്റ് ചെയ്ത് അവർ ഈഗോയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഈഗോ എഫക്റ്റ് ചെയ്ത് അവരുടെ ഫുൾ ലൈഫ് എല്ലാം ഒന്നേന്ന് ആലോചിച്ച് തുടങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആരും ആലോചിക്കാൻ ആഗ്രഹപ്പെടത്തില്ല അത്ര പെട്ടെന്നൊന്നും. അങ്ങനെ ആഗ്രഹിക്കപ്പെടുന്നവരും കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ. അപ്പോൾ ഇതാണ് ഇവാൻ പാവ്ലോവിൻ്റെ കണ്ടീഷനിങ് തിയറിയും അതേപോലെ ഈഗോനെ പറ്റിയുള്ള ഇത് നിങ്ങളുടെ റിയൽ ലൈഫിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഡേ ടു ഡേ ഇൻസിഡൻസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഈ കാര്യമാണോ ഇവിടെ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വാട്ട് ഇസ് ദാറ്റ് ടു ലൂസ്? ഒന്നുമില്ല ലൂസ് ആവാൻ, ബട്ട് യു ഹാവ് മെയിൻ തിങ്സ് ടു ഗെയിൻ. അപ്പോൾ വെൽക്കം. ഇതാണ് നമ്മുടെ പാവ്ലോ വണ്ണൻ. എനിക്കറിയാം ഇത് ഇച്ചിരി രാഹുൽ ഈശ്വർ സ്റ്റൈലാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ടുള്ളവർക്ക് ഇതാണ് എളുപ്പവഴി. ഇതാണ് നമ്മുടെ മച്ചാൻ. ഓർത്തിരിക്കുക, കണ്ടീഷനിങ് നിങ്ങളെ കണ്ടീഷൻ ചെയ്തിട്ടാണോ നിങ്ങൾ ഈ പർട്ടിക്കുലർ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട് തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഇതാണ് ബേസിക് തിയറി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സി യു. ചിന്തിച്ചു ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് പറയുന്നത്. ചിന്തിച്ചുകൊണ്ടേയിരിക്കും.